മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. സ്പെയിനിൽ അതിവേഗ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 21 പേർ കൊല്ലപ്പെട്ടു. 100-ലധികം പേർക്ക് പരിക്കുണ്ട്. മലാഗയിൽ നിന്ന് മാഡ്രിഡിലേക്ക് പോയ ട്രെയിൻ പാളം തെറ്റിയതോടെയായിരുന്നു അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നെന്നാണ് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് അറിയിച്ചിരിക്കുന്നത്. അജയ് സുധ ബിജു തന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജയ്, അത് അതിദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. 21ഓളം പേർ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ആ അപകടത്തിന്റെ ആഘാതം എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണോ? എന്താണ് നിലവിലെ സാഹചര്യം? ഇന്നലെ വൈകിട്ട് പ്രാദേശിക സമയം 6:40ഓടെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ ട്രെയിനിൻ്റെ പാളം തെറ്റി മറ്റൊരു പാളത്തിലുള്ള ട്രെയിനിലേക്ക് ഈ ട്രെയിൻ ചെന്ന് നേരിട്ട് ഇടിക്കുകയായിരുന്നു. ഈ മലാഗയിൽ നിന്ന് മാഡ്രിഡിലേക്ക് പോയ ട്രെയിനാണ് ഇത്തരത്തിൽ പാളം തെറ്റിയത്. ഇത് മറ്റൊരു ട്രാക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ട്രെയിനിലേക്ക് നേരിട്ട് ചെന്നിടിക്കുകയായിരുന്നു. അങ്ങനെ ആ ട്രെയിനും പാളം തെറ്റിയതോടെയാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി അത് കൂടുതൽ വർദ്ധിച്ചത്. കൂടുതൽ ഒരു ദാരുണമായിട്ടുള്ള അപകടം ഉണ്ടായത് ഇത്തരത്തിൽ മറ്റ് ട്രെയിൻ കൂടി പാളം തെറ്റിയതോടെയാണ്. ആദ്യത്തെ ട്രെയിനിൽ 300-ലധികം പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ട്രെയിനിൽ 100ഓളം യാത്രക്കാരും ഉണ്ടായിരുന്നതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. നിലവിൽ 21 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ട്രെയിൻ കൂട്ടിയിടിച്ച് ഈ രണ്ട് ട്രെയിനുകളും കൂടിയുള്ള രണ്ട് ട്രെയിനുകളും മറിഞ്ഞു ഒരേ സമയം ഒരേ ദിശയിലേക്ക് മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അത് കുറച്ച് ദുഷ്കരം തന്നെയാണ്. ആളുകൾ പല ഭാഗത്തായി പല ബോഗികളിലായിട്ട് കുടുങ്ങിക്കിടപ്പുണ്ട്. ട്രെയിനിൻ്റെ അടിഭാഗത്ത് ഉൾപ്പെടെ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അത് കുറച്ച് ദുഷ്കരമായി തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ 6:40ഓടെയാണ് അപകടമുണ്ടായത്. പിന്നീട് രാത്രി സമയമാണ്. അപ്പോൾ രാത്രി സമയത്ത് ഈ പല പാസഞ്ചേഴ്സിനെയും കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ടുള്ള ശ്രമം ഇപ്പോൾ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സേനയെ ഉൾപ്പെടെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈന്യത്തെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലാണ് നടത്തുന്നത്. എന്തായാലും വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ് എന്ന് തന്നെയാണ് സ്പെയിനിൻ്റെ അധികൃതർ ഉൾപ്പെടെ ഈ അപകടത്തെ പറ്റി പറയുന്നത്. സാധാരണ ഗതിയിൽ വളരെയധികം സുരക്ഷാ സംവിധാനങ്ങളും അതുപോലെ അതടക്കമുള്ള മുന്നൊരുക്കങ്ങളും എല്ലാം റെയിൽവേ സംവിധാനത്തിൽ സദേൺ സ്പെയിനിലെ റെയിൽവേ സംവിധാനത്തിൽ ഉള്ളതാണ്. എന്നാൽ നിലവിൽ ഈ സംഭവിച്ചത് അത് വളരെയധികം സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് എന്ന് തന്നെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. സ്പാനിഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള പെഡ്രോ സാഞ്ചസ് അദ്ദേഹം തന്നെ ഈ കാര്യത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സ്പെയിനിൻ്റെ ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും ദാരുണമായിട്ടുള്ളൊരു അപകടത്തിലൊന്ന് എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. അജയ് സുധ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.